ചില ദിവസങ്ങളിൽ കാലത്ത് എണീറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല മടിയാവൂലേ? അങ്ങനത്തെ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഇത് നമുക്ക് ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലും മതി ഇതിൻ്റെ കൂടെ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. റവയുടെ അളവ് കൂട്ടുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കുക. ഇനി ഒരു 1/4 കപ്പ് അളവിൽ തൈര്, പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു ലൂസിൽ വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടിയിട്ട് നമുക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാറ്റിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഇച്ചിരി എണ്ണ നമ്മൾ അപ്പച്ചട്ടി, കുഴിയുള്ള ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ ഒരു തവി മാവ് കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതിനൊന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഏകദേശം ഒക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ സംഭവം റെഡി ആയിട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് വെറുതെ കഴിക്കണോ അല്ലെങ്കിൽ ഇനി ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ വളരെ ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.